എന്താ നമ്മളെ മനു യുകെ വന്നടാ. ഷേ എത്ര വർഷമാണ് അവനെ കണ്ടിട്ടല്ലേ? 4-5 വർഷമാവൂലേ? പണിയൊക്കെ പിന്നെ ചെയ്യാം. കൈയോടെ പോയി അവനെ കാണാം. അവന്റെ പുതിയ വീടിന്റെ പണിയൊക്കെ തീർന്നോ? ഏകദേശം ഒക്കെ തീർന്നെന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടെ ഉണ്ട്. മനോ ഒരു സെക്കൻഡ് പിന്നെ വാ, പിന്നെ കാണാം. അത് ആരുള്ള ഇവിടുത്തെ കുറച്ച് ലോക്കൽ ടീംസ്. നീ പറ, കാര്യം പറ. അവന് ചിലപ്പോ നമ്മളെ മനസ്സിലായി കാണൂലല്ലേ? അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിനക്കാണോന്നും മനസ്സിലാവാത്തത്. ഇതിന്റെ എന്റെ പോടാൻ ചെയ്യണേ. അവനോ എന്താ എന്ത് പറ്റി? ഞാൻ UK പോണ കേസ് പറഞ്ഞില്ലേ, അതെല്ലാം റെഡിയായി. പക്ഷെ 10 ലക്ഷം രൂപ വേണം ഇവിടെ നിന്ന് ഒപ്പിക്കാൻ. 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എവിടെ കണ്ടുപിടിക്കണ്ടേ? നമ്മളെപ്പോലെ സാധാരണക്കാർ UK എന്ന് പറഞ്ഞോളാം. നീയേ തൽക്കാലം എനിക്ക് ഒരാഴ്ചത്തെ സമയം താ, നമുക്ക് പൈസ എങ്ങനെ ഒപ്പിക്കാൻ നോക്കാം. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഞാനിവിടെ നോക്കട്ടെ. നീ എങ്ങനെ ഈ 10 ലക്ഷം രൂപ ഒപ്പിക്കുന്നു പറയണത്? തൽക്കാലം വീടിന്റെ ആധാരം കൊണ്ട് പണയം വെക്കാം, അവിടെ കാര്യം നടക്കട്ടെ. വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് നീ എവിടെ കിടക്കും? 10 ലക്ഷം രൂപയാണ്. കളിച്ച കളിയൊന്നുമല്ലേ. നിനക്കറിയാലോ, അവനും ആരുമില്ല, എനിക്കും ആരുമില്ല. കുഞ്ഞിനെ മുതൽ അവന്റെ വിഷമം അവൻ നമ്മളടുത്ത് പറയും, എന്റെ വിഷമം ഞാൻ നിങ്ങളടുത്ത് പറയും. അവന്റെ ഈ അവസ്ഥയെ മറ്റാരെ കാട്ടി എനിക്കേ മനസ്സിലാവും. പിന്നെ അടവ് അതാവും അവിടെ ജോലിയൊക്കെ ശരിയാക്കുമ്പോൾ അയച്ചു തരും. നമ്മൾ അവനെ മനസ്സിലാക്കിയില്ലേ, അതുപോലെ അവൻ നമ്മളെ മനസ്സിലാക്കും. നിനക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അവന് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? സംശയമാണ്. അവനെ UK പോകാൻ സഹായിച്ച് എന്റെ വീട് ജപ്തി ചെയ്തു. അവനാണെങ്കിൽ കൊട്ടാരം പുറത്ത് വീടും വെച്ച്. എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, എന്റെ വീടിന്റെ പേരെങ്ങനെയുണ്ടോ നോക്കിട്ട് പോ. എന്തായാലും സന്തോഷാടാ, നീ എന്നെ മറന്നില്ലല്ലോ. നിന്റെ ഈ വലിയ വീട്ടിന് എന്റെ പേരിട്ടില്ലേ? പിന്നെ നിന്റെ വീടിന് ഞാൻ എന്റെ പേരിടുവോ?